നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത്തവണ CPM-ൽ പുതുമുഖങ്ങൾക്ക് അവസരമില്ല. പുതുമുഖങ്ങളെ നിർത്തി ഒരു പരീക്ഷണം നടത്തണ്ട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളെ നിർത്തിയാൽ ഇപ്പോഴുള്ള MLA-മാരിൽ ഏതാണ്ട് പകുതിയിലധികം പേരെ മാറ്റേണ്ടി വരും. ഇപ്പോഴുള്ള MLA-മാർ നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ 5 വർഷമായി കാഴ്ചവെക്കുന്നത്. അവരെ മാറ്റിയാൽ ആ മണ്ഡലങ്ങൾ CPM-ന് പിന്നെ നിലനിർത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം നൽകാതെ ഇപ്പോഴുള്ള MLA-മാർ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നു എന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് CPM-ഉം പാർട്ടിയും അത് അംഗീകരിക്കും. അതുവഴി ഇത്തവണ കുറെ പുതുമുഖങ്ങൾക്ക് CPM-ൽ മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിച്ച 42 മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ CPM-ൽ നിന്നുള്ള പുതുമുഖ നേതാക്കൾ MLA-മാരായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ടാവുക. പുതുമുഖ സ്ഥാനാർത്ഥികളെ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം മത്സരിപ്പിച്ചാൽ മതിയെന്നുള്ള തീരുമാനത്തിൽ പിണറായി വിജയൻ എത്തിയതോടെ പാർട്ടിയിലെ പല യുവ നേതാക്കളുടെയും ചങ്കിടിപ്പ് കൂടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടൈം മത്സരിച്ചവർ മാറി നിൽക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തങ്ങൾക്ക് മത്സരിക്കാമെന്നും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു SFIയുടെയും DYFIയുടെയും നേതാക്കൾ. എന്നാൽ അവർക്ക് മേൽ ഒരു ഇരുട്ടടിയായി പിണറായി വിജയന്റെ തീരുമാനം വന്നു. ആശ്രമം മുതൽ സനോജ് വരെയുള്ള SFI DYFI നേതാക്കളെല്ലാം മത്സരിക്കാനായി കുപ്പായം തുന്നിവച്ചിരിക്കുകയായിരുന്നു. ഇടുത്തി പോലെ പിണറായി വിജയന്റെ തീരുമാനം വന്നു, പുതുമുഖങ്ങൾ ഇത്തവണ വേണ്ട, അത് റിസ്ക്കാണ്, ജയിക്കാൻ സാധ്യത കുറവാണ്. 3ാമത്തെ തവണയും ഭരണം പിടിക്കണമെങ്കിൽ നിലവിലുള്ള MLA-മാർ തന്നെ വേണം. കാരണം അവരുടെ പെർഫോമൻസ് വളരെ മികച്ചതാണ്. വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവർ അവരുടെ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ MLA-മാർ തുടരട്ടെ. പിണറായി വിജയൻ ഒരു കാര്യം ചിന്തിച്ചാൽ അത് CPM-ൽ നടന്നു എന്നാണ് ഇപ്പോഴത്തെ അർത്ഥം. അതുകൊണ്ട് ഈ സ്ഥാനമോഹികളെല്ലാം അല്ലെങ്കിൽ സീറ്റ് മോഹികളെല്ലാം മുറുമുറുപ്പിലാണ്. മുറുമുറുക്കുക മാത്രമേ അവർക്ക് നിവൃത്തിയുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ CPM-ൽ പിണറായിക്കപ്പുറം ചിന്തിക്കാൻ കഴിയുന്നവർ ആരുമില്ല. പക്ഷെ പിണറായി വിജയൻ കൈക്കൊണ്ടത് വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ്. കുറേ പുതുമുഖങ്ങളെ പിടിച്ചു നിർത്തി തോൽപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ തോറ്റുപോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പഴയ ആളുകളെ നിർത്തി നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഭരണം തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഭരണം നിലനിർത്തുക. ഇതാണ് പിണറായി വിജയന്റെ ചിന്തയും ബുദ്ധിയും. അതുകൊണ്ട് തന്നെ പല SFIയുടെയും DYFIയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും ഒക്കെ നേതാക്കൾ മത്സരിക്കാൻ സീറ്റില്ലാതെ വിഷണ്ണരായി നിൽക്കുകയാണ്. പുതിയ ആളുകൾ മത്സരിച്ചാൽ ആ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളൊരു സാധ്യത വന്നപ്പോഴാണ് പഴയ തീരുമാനമെല്ലാം പരണത്ത് വെച്ച് പിണറായി പറഞ്ഞത് ഇപ്പോഴുള്ള MLA-മാർ തന്നെ മത്സരിക്കട്ടെ എന്ന്. ഏതായാലും അതുവിലൂടെ UDF-നും കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. അത് ഏറെക്കുറെ യാഥാർത്ഥ്യവുമാണ്. ഏതായാലും സ്ഥാനാർത്ഥി മോഹികളായ SFI DYFI നേതാക്കന്മാരുടെ മുഖത്ത് ഇപ്പോൾ കടന്നൽ കുത്തിയ പോലെയാണെന്നാണ് CPM നേതാക്കൾ പലരും രഹസ്യമായി പറയുന്നത്. ഇവരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേർക്കും അടുത്ത തവണ സീറ്റ് ലഭിക്കില്ല. അഥവാ സീറ്റ് ലഭിച്ചാൽ തന്നെ അത് UDF-ന്റെ മടകളിലായിരിക്കും. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പോലുള്ള UDF കോട്ടകളിലായിരിക്കും അവർക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിക്കുക. അവിടെ മത്സരിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് യുവ നേതാക്കളെ മുഴുവൻ സൈഡിലാക്കുന്ന അല്ലെങ്കിൽ ഒതുക്കി മൂലക്കിരുത്തുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടെന്നാണ് CPM നേതാക്കൾ പറയുന്നത്.